ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന PocoX2ൻ്റെ 11 ഫീച്ചേഴ്സ് ആണ്. അത് വളരെ യൂണീക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഈ വീഡിയോസ് ചെയ്യാനായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫീച്ചേഴ്സിൽ കിടക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സെൻസറുകൾ എങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഡെവലപ്പർ സെറ്റിങ്സ് എടുക്കണം. ഡെവലപ്പർ സെറ്റിങ്സിൽ ക്വിക്ക് സെറ്റിങ്സ് ഫോർ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ സെൻസർ ഓഫ് എന്നുള്ളത് ഓൺ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് എന്താ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സെൻസർ ഓഫ് ഇപ്പോൾ ബാറ്ററി ഒക്കെ വളരെ ഡ്രെയിൻ ആവാൻ, ഇപ്പോൾ വല്ല യാത്രയിലൊക്കെ ആണെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ആവാതിരിക്കാനും അതിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മേലെ ഒരു ഓപ്ഷൻ വരും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ വരെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ സെൻസറുകളും ഓഫ് ആവും. അത് ഈ സെൻസർ നമുക്കിപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് കാണിക്കേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻസർ ഓൺ ചെയ്തിട്ടാൽ മതി, സെൻസർ ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യം ഉള്ള സമയത്ത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസറുകളെല്ലാം വർക്കാവും. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ക്യാമറ വർക്കാവുന്നുണ്ട്. രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോങ്സ് വളരെ കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതാണ്, ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ അല്ല കേട്ടോ, നമ്മുടെ സാധാരണ ഹെഡ്ഫോൺ ഉണ്ടല്ലോ, അതിപ്പോൾ ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിലും ക്വാളിറ്റി കൂടിയതാണെങ്കിലും സൗണ്ട് നല്ല രീതിയിൽ നല്ല ഇഫക്റ്റിൽ കേൾക്കാനുള്ള ഒരു ഇതാണ്, ഓപ്ഷനാണ് ഇതിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. അത് തുറന്നതിന് ശേഷം നിങ്ങൾ അടിയിലേക്ക് വരിക. അടിയിലേക്ക് വരുമ്പോൾ സൗണ്ട് ഇഫക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഹെഡ്ഫോൺ നമ്മുടെ മൊബൈലിൽ കുത്തിയതിന് ശേഷം, കുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലുള്ള ഓപ്ഷൻസ് എല്ലാം ഓൺ ആവുള്ളൂ. അപ്പോൾ ഹൈഫൈ സൗണ്ട് എന്നുള്ള ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ഹൈഫൈ ഓഡിയോ. ഇത് ഓൺ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വേറെ ഈക്വലൈസറിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. നല്ല ഒരു വില കുറഞ്ഞ ഹെഡ്സെറ്റ് ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ നമുക്ക് സൗണ്ട് ഇഫക്റ്റുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഒരു പബ്ജി ഗെയിമർ അല്ലെങ്കിൽ ഗെയിം നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ നമ്മൾ ഫസ്റ്റ് പബ്ജി തുറക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിൽ നമുക്ക് ഗെയിമല്ല, ഈ ഓപ്ഷനിൽ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗെയിം ടർബോയിലുള്ള ഒരു സ്പെസിഫിക്കേഷനാണ്. എന്നോട് പലവരായി ചോദിക്കുന്നു എന്താണ് ഗെയിം ടർബോയിലുള്ള യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പല ഓപ്ഷൻസും നമുക്ക് ഈ സൈഡിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അതിനുള്ളിൽ നമുക്ക് ഷോർട്ട് കട്ട്സുകൾ കുറേ കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ പബ്ജി നൈറ്റ് കളിക്കുകയാണെങ്കിൽ കൂടുതലും നൈറ്റ് മോഡിൽ നൈറ്റ് ഇരുന്ന് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിസിബിലിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടും. അതുകൊണ്ട് ഒരിക്കലും കാര്യമില്ല. ഇതിൻ്റെ ഉള്ളൊരു സെൻറ്ററിലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാച്ചുറേഷൻ ലെവല് പിന്നെ ബ്രൈറ്റ്നെസ് പബ്ജി ഗെയിമിൽ തന്നെ ബൂസ്റ്റപ്പ് ആവും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡർ, ഗെയിമിംഗ് സ്ക്രീൻ റെക്കോർഡർ ഇതിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നു പബ്ജി ഗെയിം എങ്ങനെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്ന്. ഇത് ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഷോർട്ട് കട്ട്സ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതൊക്കെ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ബ്രൈറ്റ്നസ് ഞാൻ നോക്കിയെടുത്തോളം വളരെ ഇഫക്റ്റീവാണ്. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഹൈഫൈ അല്ല വൈഫൈയും നമ്മുടെ ഹോട്ട്സ്പോട്ടും ഒരേ സമയം PocoX2ൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ ഓൺ ചെയ്തിട്ടും നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിലുള്ള ഹോട്ട്സ്പോട്ടും നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനും അറ്റ് എ ടൈം ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി വർക്കിംഗ് ആയിരിക്കും. ചില മൊബൈലുകളിൽ നമ്മൾ വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ബട്ട് PocoX2ൽ നിങ്ങൾക്ക് രണ്ടും അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്കറിയാത്തൊരു ഫീച്ചറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക്
ഗാലറിയിലാണ്. ഗാലറിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗാലറി ആപ്പ് തുറക്കുക. ഗാലറി ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ കുറേ ഫോട്ടോസ് ഇപ്പോൾ ഡെലിറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിച്ചോ, ആ ഫോട്ടോസ് നിങ്ങൾക്ക് എങ്ങനെ അതിനെ റീസ്റ്റോർ ചെയ്യാമെന്നാണ്. മുന്നേ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ മാത്രമാണ് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ ട്രഷ് പിൻ എന്ന് പറഞ്ഞൊരു പിൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഡെലിറ്റ് ചെയ്ത ഫോട്ടോസ് എല്ലാം ഇതിൽ വന്നിട്ടാണ് കിടക്കുക. നിങ്ങൾക്കത് റിക്കവർ ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ വെച്ച് റിക്കവർ ചെയ്യാം. 30 ദിവസത്തെ ഡേറ്റ് ടൈമാണ് ഇവർ തരുന്നത്. അത് എക്സ്റ്റെൻഡും ചെയ്യാം. ബട്ട് നമുക്ക് 30 ദിവസം, ഇത് നമ്മുടെ മെമ്മറീനെ ബാധകമാണ്. മെമ്മറിയിൽ തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും വേണ്ടെങ്കിൽ ഇപ്പോൾ റീസൈക്കിൾ പിന്നിൽ നിന്നും കളയില്ലേ, അതുമാതിരി തന്നെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഡെലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകും. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് മൊബൈലിൽ നിന്ന് ഡെലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് വന്നെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റീഗെയിൻ ചെയ്യാവുന്നതാണ്. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോട്ടോനെ എങ്ങനെ ഫോട്ടോ മാത്രം കളർഫുള്ളായി നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാമെന്ന് ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളൊരു ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലർ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ പോയതിന് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുക. പോർട്രേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ഉള്ളിൽ കളർ പോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ഫോട്ടോ മാത്രം കളറായിട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവാണ്. ഇപ്പോഴത്തെ കുറേ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡ് വൈറ്റായി നിന്നിട്ട് ബാക്കിയുള്ള സൈഡും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫിനോമിനയാണ്. പിന്നെ അടുത്ത ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോസ് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഫോട്ടോസ് കൂടി ഒരു കൊളാബ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള സെറ്റപ്സ് ഉണ്ട്. എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ള എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ള ഒരു ക്രിയേറ്റിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ക്ലിപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിപ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓൾറെഡി അതൊരു നല്ല ഇഫക്റ്റീവാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ വേവ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ ഇഫക്റ്റീവാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് ചെയ്യാവുന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറ സെക്ഷനാണ്. അപ്പോൾ ക്യാമറ സെക്ഷൻ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസിൻ്റെ ഉള്ളിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസിൽ അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് ഒന്ന് സ്ലൈറ്റായിട്ട് ഒന്ന് ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ സ്ട്രൈറ്റൻ തന്നെ ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സ്ട്രൈറ്റൻ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ആ വീഡിയോസ് ഷേക്കോട് കൂടി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസ് ആയ രീതിയിൽ വീഡിയോ റെക്കോർഡാവും. അത് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ DSLR ഒക്കെ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മുടെ ഷേക്ക് വളരെ കുറവായിരിക്കുമല്ലോ, അതേ ഇഫക്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ വീഡിയോസ് എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ട് വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാം. ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സോങ്സ് അതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് 15 സെക്കൻഡിൻ്റെ സോങ്സ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് വീഡിയോസിൽ നമുക്ക് ഫിലിമി ഷോട്ടുകളുണ്ട്. ഈ മൂവി മോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഈ ഫോട്ടോസൊക്കെ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മൂവി മോഡ്. പിന്നത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 64 മെഗാ പിക്സലാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ലെങ്കിലും ഇതിൻ്റെ ഉള്ള കുറേ മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. മോഡുകളിൽ നിങ്ങൾക്ക് ആ മോഡ് അനുസരിച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ബട്ട് ഇത് അത്ര ഇഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസിന് വളരെ MB കൂടുതലാണ്. 29, 24 MB ഒക്കെയാണ് ഒരു ഫോട്ടോയ്ക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സൂമില്ല, അൾട്രാ HD സൂം മോഡ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ച മാക്സിമം 11 ടിപ്സും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.